ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാഷ്യൂ നട്ട് റോസ്റ്റ് ചെയ്യുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഞാൻ എൻ്റേതായ രീതി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് ക്രിസ്പി ആവുകയുമില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോവുകയും ചെയ്യും. ഒരു 5-6 മിനിറ്റ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് വരും. കണ്ടില്ലേ, ഈ ഒരു കളറിലാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഈ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ്. മസാലപ്പൊടികൾ ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് 2 പോർഷൻസ് ആക്കി മാറ്റുകയാണ്. ഇതിൻ്റെ ഒരു പോർഷനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും ഇത് നല്ലതുപോലെ മിക്സായി കിട്ടിക്കോളും. അടുത്ത ഒരു പോർഷനിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതേപോലെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാലയുടെയും ചാട്ട് മസാലയുടെയും ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു രീതി കൂടി പരിചയപ്പെടുത്താം. ഒരു ചീനച്ചട്ടിയിലേക്ക് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പ് നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഉപ്പിന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പുപൊടിയിൽ വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് കൂടിപ്പോകുമോ എന്നുള്ള യാതൊരു പേടിയും വേണ്ട. ഒരു നേരിയ ഉപ്പ് മാത്രമേ ഈ അണ്ടിപ്പരിപ്പിലേക്ക് പിടിക്കുകയുള്ളൂ. ഈ ഒരു കളറാകുമ്പോഴേക്കും വലിയ ഹോളുള്ള കണ്ണാപ്പയിലൂടെയോ ഒരു പാത്രത്തിലൂടെയോ ഇട്ടിട്ട് ഈ ഉപ്പ് അങ്ങ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ ഉപ്പ് നിങ്ങൾ കളയേണ്ട കാര്യമില്ല. സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആവശ്യത്തിന് വീണ്ടും ഉപകരിക്കും. അതുപോലെ മീൻ വെട്ടി കഴിക്കുമ്പോൾ വൃത്തിയാക്കാനും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം ഞാൻ ഉപ്പിൽ നിന്നും കോരിയെടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എക്സസ് ആയിട്ടുള്ള ഉപ്പൊക്കെ ആ പ്ലേറ്റിലേക്ക് അങ്ങ് വീണ് കിട്ടും. ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഈ 3 തരത്തിലുള്ള കാഷ്യൂ നട്ട് റോസ്റ്റും എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് എൻ്റെ വിശ്വാസം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.